ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിലാണ്. എൻ്റെ സ്വന്തം നാടെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്, അതായത് ഒരു 100 മീറ്റർ ചുറ്റളവിലുള്ള എൻ്റെ സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷികളുടെ കൂട്ടുകാരനായ JR ബ്ലോഗ്സിൻ്റെ നാടും വീടും അതിൻ്റെ വിശേഷങ്ങളും കൂടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ നാടിൻ്റെ, അതായത് എൻ്റെ വീടിൻ്റെ 100 മീറ്റർ ചുറ്റളവിലുള്ള സ്ഥലമാണ് ഞാൻ കാണിക്കുന്നത്. ഭാഗ്യം കൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ശംഖുമുഖം എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസിലാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ആ ടൂറിസ്റ്റ് പ്ലേസിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്യുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളൊരു കെട്ടിടം കണ്ടോ? ആ കെട്ടിടം ഒരു കൊട്ടാരമാണ്. നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ വിശ്രമ കൊട്ടാരമായത്. അദ്ദേഹം ചൂടുകാലങ്ങളിലും മറ്റൊക്കെ പണ്ട് ചരിത്രപരമായിട്ട് അദ്ദേഹം വന്ന് വിശ്രമിച്ചിരുന്ന കൊട്ടാരങ്ങളിൽ ഒരു കൊട്ടാരമാണ് ഈ ശംഖുമുഖം എന്ന് പറയുന്ന ഈ അതിമനോഹര കടലോര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കൊട്ടാരം. ഈ കൊട്ടാരത്തിനോടനുബന്ധിച്ചതിന് വീണ്ടും ഒരു ചെറിയൊരു തെക്കേ കൊട്ടാരം കൂടെ ഉണ്ട്. ആ കൊട്ടാരവും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ എൻ്റെ സുന്ദരമായി ശംഖുമുഖം നാടിനെയും എൻ്റെ വീടിനെയും നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ നാടിൻ്റെ പ്രവേശന കവാടമാണിത്. സുന്ദരമായ എൻ്റെ നാട്ടിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ശംഖുമുഖം നാട് നമുക്ക് ഒരുമിച്ച് കാണാം. തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ വിശ്രമ കൊട്ടാരങ്ങളിൽ ഒരു കൊട്ടാരമാണ് ഈ കാണുന്നത്. അതിപുരാതനമായ ചരിത്രമുറങ്ങുന്ന ഈ കൊട്ടാരം എൻ്റെ നാട്ടിലാണ് സ്ഥിതി ചെയ്യുക. ഈ കൊട്ടാരത്തിനോട് ചേർന്ന് തൊട്ടടുത്തായി തന്നെ ചരിത്രപരമായ അതിപ്രശസ്തമായ 2 കൽമണ്ഡപങ്ങളുണ്ട്. ഈ 2 കൽമണ്ഡപങ്ങളിലെ ഒരു കൽമണ്ഡപമാണ് ഈ കാണിക്കുക. രാജാവും രാജാവിൻ്റെ പടയാളികളും സേനാനായകന്മാരും ചർച്ച ചെയ്യുവാനും വിശ്രമിക്കുവാനും ഉപയോഗിച്ചിരുന്ന കൽമണ്ഡപങ്ങളാണിവ. നമുക്ക് ഈ കൽമണ്ഡപത്തിൻ്റെ മനോഹാരിത ഒന്ന് കാണാം. ഈ കൽമണ്ഡപത്തിൻ്റെ കൽത്തൂണും എൻ്റെ നാടും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഈ മണ്ഡപത്തിൻ്റെ നിർമ്മിതിക്കായി എൻ്റെ നാട്ടുകാർ സഹായിച്ചതിൻ്റെ നന്ദി സൂചകമായി രാജാവ് നൽകിയ 4 കൽത്തൂണുകൾ ഇന്നും എൻ്റെ ദേശത്തിലുള്ള ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ കൽമണ്ഡപം. ഈ രണ്ടാമത്തെ കൽമണ്ഡപത്തോട് ചേർന്ന് തന്നെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കുളം കൂടെയുണ്ട്. അതിൻ്റെ വിശേഷവും നമുക്ക് കാണാം.
നാം ഇനി കാണാൻ പോകുന്ന ഈ കുളവും രാജകൊട്ടാരവും അതിനോടൊപ്പം അനന്തപുരിയിലെ പത്മനാഭ സ്വാമിക്ഷേത്രവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ചരിത്രപ്രസിദ്ധമായ ഈ കുളത്തിൻ്റെ നടുവിലായിട്ട് ഒരു കലങ്കുണ്ട്, ഒരു തുരങ്കം. ഈ തുരങ്കവും പത്മനാഭ ക്ഷേത്രവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നെന്ന് ചരിത്രം പറയുന്നു. ഇതാണ് ശംഖുമുഖത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ കൊട്ടാരം, തെക്കേ കൊട്ടാരം. ഈ കൊട്ടാരം ഇന്ന് ചരിത്ര മ്യൂസിയം കൂടെയാണ്. ദുർഗാദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷമുള്ള ദേവീക്ഷേത്രം.
അതിനോടൊപ്പം തന്നെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്ന പുണ്യ ചരിത്രപുരുഷൻ്റെ പാദങ്ങൾ 1986 പതഞ്ഞ ഭൂമി കൂടെയാണ് ശംഖുമുഖം. ഇനി നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. ശംഖുമുഖം ബീച്ചിലോട്ട് ഇറങ്ങിയിട്ട് ആ ബീച്ചിൽ നിന്ന് വലതുവശത്തോട്ട് കുറച്ച് നടന്നാൽ മതി. കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, പക്ഷികളുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് അവിടുത്തെ വിശേഷങ്ങളും നമുക്കൊന്ന് കണ്ടുവരാം. കുറച്ച് നടന്നെത്തിക്കഴിഞ്ഞാൽ വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ അതാണ്ട് ഈ കാണുന്ന മതിൽ കാണാൻ പറ്റും. ഈ മതിലിൽ ഇങ്ങനെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഈ ചിത്രം കാണുന്ന ആ മതിലിനോട് ചേർന്നൊരു റോഡുണ്ട്. ആ റോഡ് കുറച്ച് ഉള്ളിലോട്ട് കയറിയാൽ മതിയാവും.
അവിടെ ആരോട് നിങ്ങൾക്ക് ചോദിക്കാം ജോഷിയുടെ വീട് ഏതാണെന്ന്. ഓക്കെ, ഹലോ ഗൈസ്, അങ്ങനെ എൻ്റെ വീടെത്തി. നിങ്ങൾക്ക് ശംഖുമുഖത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എൻ്റെ വീട്ടിൽ വരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലേ. ഇപ്പോൾ എൻ്റെ ഈ പുറകിലായി കാണുന്നതാണ് എൻ്റെ വീട്. വളരെ കുഞ്ഞു വീടാണ്. അപ്പോൾ ആ വീടും കൂടെ നമുക്കൊന്ന് കാണാം. ഓക്കെ, വീടും എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയൊക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്, എൻ്റെ ഒരു കുഞ്ഞു കുടിലിനെ. ഓക്കെ, ഏതാണ്ട് ഈ വീട്ടിന് മുൻപിലായിട്ട് 2 കുഞ്ഞാൾക്കാരെ കണ്ടോ? ഇതാണ് നമ്മുടെ മിയയും യേശുവയാണ് കേട്ടോ. മൂത്തവള മിയ, രണ്ടാമത്തവള യേശുവ. ഇതാണ് എൻ്റെ കുഞ്ഞു വീട്. ഈ കുഞ്ഞു വീട്ടിലാണ് ഞാൻ എൻ്റെ പക്ഷികളും എൻ്റെ ഏവേറിയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം സ്ഥലപരിമിതി ഒരുപാടുണ്ട്. അപ്പോൾ ആ സ്ഥലപരിമിതിയിലാണ് ഞാൻ ഈ ബേഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എൻ്റെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാധാ ലവ് ബേഡ്സിൻ്റെ ഒരു കേജ് കാണാം. അതിൽ കുറേ ലവ് ബേഡ്സും കാര്യങ്ങളും ഉണ്ട്. ഞാൻ കോളനി സെറ്റപ്പിലാണ് ഈ ലവ് ബേഡ്സിനെ വളർത്തുന്നത്. നമുക്ക് അകത്തോട്ട് പോകാം. ഇതാണ് എൻ്റെ ചെറിയ ഏവിയറി. ഞാൻ എൻ്റെ പരിമിതിക്കുള്ളിൽ ഞാൻ സെറ്റ് ചെയ്തതാണ്. ഇതിൽ ഫിഞ്ചസും ജാവയാണ് കണ്ടോ. വളരെ പരിമിതമാണ് സ്ഥലം. പാൻഡയിലുണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ്. ഇതാണ് എൻ്റെ വൈഫ്, എൻ്റെ ഭാര്യ. ആളെ ടൈലറും കൂടെയാണ്. എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇതാണ് എൻ്റെ വീട്. ഇത് കയറി ഉടനെ ചെറിയൊരു ഹാളാണ് കേട്ടോ. വരാന്ത, ചെറിയൊരു വരാന്തയാണ്. ഒരു കുഞ്ഞടക്കളയുണ്ട് കണ്ടോ. വളരെ കുഞ്ഞടക്കളയാണ്. എല്ലാം ചോർന്ന് ഒലിക്കുന്നുണ്ട് കണ്ടോ. ഇവിടെ മൊത്തം വെള്ളമാണ്. മഴ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ വെള്ളമാണ് വീട്ടിൻ്റെ അകത്ത് കണ്ടോ. ഇത് വളരെ ഒരു കുഞ്ഞൊരു സ്ഥലം. ഇവിടെയായിരുന്നു നേരത്തെ ഞാൻ എൻ്റെ ബേഡ്സിനെ സെറ്റ് ചെയ്തിരുന്ന സ്ഥലം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതെൻ്റെ ആണോ ഒരു കുഞ്ഞു റൂമാണ്. ഒരു ചെറിയൊരു കട്ടിലുണ്ട്. പിന്നെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു ചെറിയൊരു തയ്യൽ മെഷീൻ ഉണ്ട് ഇവിടെ. ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ നാടും എൻ്റെ വീടും. അപ്പോൾ ശംഖുമുഖം, തിരുവനന്തപുരത്ത് ടൂറിസ്റ്റ് പ്ലേസ് ആകുന്ന ശംഖുമുഖത്ത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശംഖുമുഖത്ത് നിന്ന് എൻ്റെ വീട്ടിലോട്ട് വരാനായിട്ടും എൻ്റെ വീട്ടിലെ ചെറിയ കിളികളുടെ വിശേഷം അറിയാനായിട്ടും നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ശംഖുമുഖത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇറങ്ങി ഒന്ന് ചെറുതായിട്ടൊന്ന് നടന്നാൽ മതി, എൻ്റെ വീടായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നാടും എൻ്റെ വീടും ഇഷ്ടപ്പെട്ടുവെങ്കിൽ, എൻ്റെ കിളികളുടെ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. മാത്രമല്ല നമുക്ക് കുറച്ച് ബേഡ്സ് സെയിലിനുണ്ട്.
ആ സെയിലിനുള്ള ബേഡ്സും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. മാത്രമല്ല നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എനിക്ക് ഇതുവരെയും നമുക്ക് മോണിറ്റൈസ് ആകത്തക്ക രീതിയിലുള്ള സബ്സ്ക്രൈബ് ആയിട്ടില്ല, വാച്ച് ടൈം ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും അതിനോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞുകൂടെ നിങ്ങൾ എൻ്റെ എന്താ പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഒരു വീട്ടിൽ എന്തായാലും 2-ൽ കൂടുതൽ മൊബൈലുണ്ടാകും. ആ മൊബൈലിലെല്ലാം യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉണ്ടാകും. നിങ്ങളുടെ മക്കളിനെ കൊണ്ടും നിങ്ങളുടെ സഹോദരങ്ങളെ കൊണ്ടും നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ടൊക്കെ മാക്സിമം ഈ പക്ഷികളുടെ കൂട്ടുകാരൻ്റെ JR ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ വീഡിയോ പരമാവധി കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അതിനോടൊപ്പം തന്നെ എൻ്റെ നാടിനെക്കുറിച്ചും എൻ്റെ ഈ വീടിനെ കുറിച്ചുമുള്ള കമൻറ്റ് രേഖപ്പെടുത്തുവാനും പിന്നെ എൻ്റെ കൊച്ചുമകൻ ഇപ്പോൾ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട്. നമ്മുടെ എന്താ പറയുന്നത് പീച്ച്, അതാണൊക്കെ തന്നെ മാസ്ക്, ഫിഷർ, ഈ 3 വെറൈറ്റികളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് വീഡിയോ, അതായത് അത് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ബേഡ്സിനെ തിരിച്ചറിയുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഒരു വീഡിയോ വരുന്നുണ്ട്. അതിനോടൊപ്പം ആ വീഡിയോ നമ്മൾ മിക്കവാറും ചെയ്യുന്നത് നമ്മുടെ ബേഡ്സ് ട്രാവലിൻ്റെ ഭാഗമായി നമ്മുടെ പുറത്തുള്ള ഒരു അതിമനോഹരമായ ഒരു ബേഡ്സ് ഏവിയറിയിൽ വെച്ചിട്ടായിരിക്കും, വേറെ പുറത്തുള്ള. അപ്പോൾ വീണ്ടും നമുക്ക് ആ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അടിപൊളിയല്ലേ?